ഹലോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ജെറുസലേമിലെ അർണോണ എന്ന് പറയുന്നൊരു നെയ്ബർഹുഡിലാണ്. ഇതൊരു ഡിപ്ലോമാറ്റിക് ഏരിയ ആണ്. അതായത് US എംബസി ലൊക്കേറ്റ് ചെയ്യുന്ന ഇവിടെ തൊട്ടടുത്തായിട്ടാണ്. ഇവിടുന്ന് ഹാർഡ്ലി 2 മിനിറ്റ്സ് നടന്നു കഴിഞ്ഞാൽ US എംബസിയിലേക്ക് എത്തും. അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒന്നടങ്കം എതിർത്തിട്ടും ജെറുസലേമിൽ തന്നെയാണ് US എംബസി ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ റിയൽ ഫാക്റ്റ്. പക്ഷേ ഇന്ന് നമ്മൾ US എംബസിയിലേക്കല്ല പോകുന്നത്. ഇന്നത്തെ ഔട്ട്ഡോർ വ്യൂ ഇത്തിരി വിഷമമുള്ള കാര്യമാണ്. എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഇന്ത്യക്കാരൻ അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നു. അതായത് ഫസ്റ്റ് വേൾഡ് വാർ ടൈമിൽ ഇസ്രായേലിൽ വെച്ച് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയ നമ്മുടെ ഇന്ത്യൻ ആർമിക്കാരുടെ സെമിട്രിയാണ് ഈ ഇരുമ്പ് വേലിക്കുള്ളിൽ നിങ്ങൾ കാണുന്നത്. ഇതൊരു ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. അതുപോലെ തന്നെ ഇത് നല്ല ഭംഗിയായിട്ട്, വളരെ മനോഹരമായിട്ട് ഗാർഡനൊക്കെ ചെയ്താണ് അവർ നല്ല ഭംഗിയായിട്ട് അതാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ജെറുസലേമിൽ അർണോണ നെയ്ബർഹുഡിൽ കൊറി ഹഡറോട്ട് എന്ന് പറയുന്ന സ്ട്രീറ്റിലാണ് ഈ സെമിട്രി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 79 ഇന്ത്യൻ പട്ടാളക്കാരെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു പട്ടാളക്കാരൻ്റെ ബോഡി അവർക്കന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതാരാന്ന് വ്യക്തമല്ല. ബാക്കി 78 പേരുടെയും എല്ലാ ഡീറ്റെയിൽസും, പേരും മറ്റ് ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. 900ഓളം വരുന്ന ഇന്ത്യൻ പട്ടാളക്കാരാണ് ഫസ്റ്റ് വേൾഡ് വാർ ടൈമിൽ ഇസ്രായേലിൽ വെച്ച് കൊല്ലപ്പെട്ടത്. അതിൽ 79 പേരാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവരെയൊക്കെ റാംലെ എന്ന് പറയുന്ന സ്ഥലത്ത്, ഹൈഫ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇവിടെയൊക്കെ ഇന്ത്യൻ സെമിട്രികളുണ്ട് ഇതുപോലെയുള്ള, അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട്. കാരണം അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് അവർക്കന്ന് അവരുടെ ജീവൻ നഷ്ടമായത്. പലർക്കും അന്നത്തെ കാലത്ത് അവരുടെ വീട്ടുകാർക്ക് പോലും അറിയത്തില്ല അവരെവിടെ വെച്ചാണ് മരിച്ചത്, അല്ലെങ്കിൽ എവിടെയാണ് അവരെ അടക്കം ചെയ്തിരിക്കുന്നതെന്ന് പോലും, അല്ലേ? നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന് അറിഞ്ഞില്ല, അവിടെ ആ ഇയർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ആ യുദ്ധം നടന്ന വർഷം അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴോട്ട് അവരുടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് കയറി കാണാനുള്ള സൗകര്യമില്ല, കാരണം ഇവിടെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്ന് അവിടെ ഒരു ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ വിളിച്ചിട്ട് നമ്മൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ ഒരു ടൈം തരും. ആ ടൈമിലേ അവർ വന്ന് ഇവിടെ ഓപ്പൺ ചെയ്ത് തരാറുള്ളൂ. അങ്ങനെയാണ് സാധാരണ. ഇപ്പം നമുക്കിന്നിപ്പോൾ കയറി കാണാനുള്ളൊരു സൗകര്യമില്ല. ഞാനതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ കാണിക്കുന്നത്. 1918 to 1920 വരെയാണ് ഈ സെമിട്രിയിൽ പട്ടാളക്കാരെ അടക്കം ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ചരിത്രം പറയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1 വർഷത്തിന് ശേഷമാണ് ഇസ്രായേലിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, മിക്ക രാജ്യങ്ങളും ബ്രിട്ടീഷിൻ്റെ അധീനതയിലായിരുന്നെന്നും യുദ്ധം ചെയ്ത് അവർ ഫ്രീഡം നേടിയെടുത്തതാണെന്നും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ബ്രിട്ടീഷുകാർ എത്രമാത്രം ശക്തരായിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അന്നത്തെ യുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളക്കാർ മാത്രമല്ല കൊല്ലപ്പെട്ടത്. ഇന്ത്യൻ പട്ടാളക്കാരെ കൂടി കൂട്ടി 3300ഓളം വരുന്ന കോമൺവെൽത്ത് സർവീസ്മാൻമാരുടെ ജീവനുകളാണ് അന്ന് പൊലിഞ്ഞതെന്ന് നമ്മൾ ഓർക്കണം. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നത് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർ ഉറങ്ങുന്ന മണ്ണാണ്. നമുക്കിപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരേ ഒരു അംഗീകാരം, നമുക്കിവരെ ആത്മാർത്ഥതയോടുകൂടി ഒന്ന് സല്യൂട്ട് ചെയ്യാം. ലെറ്റ് സല്യൂട്ട് ദം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ. താങ്ക് യു.